Hi everyone. Today our class is about how to prepare a cash flow statement in direct method. Under the direct method, cash receipts and cash payments related to operating activities will be shown. We have to analyze the differences between the cash receipts and the cash payment in a net cash flow form operating activities. In short, direct method operating cash receipts and payments are reported directly. Cash flow statements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സോഴ്സസ് ഓഫ് ക്യാഷ്, അതായത് ക്യാഷ് ഇൻഫ്ലോസ്, യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് അഥവാ ക്യാഷ് ഔട്ട്ഫ്ലോസ്. സോ അങ്ങനെയായിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവുക. സോ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഏതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഏതെല്ലാം ആക്ടിവിറ്റീസാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഏതെല്ലാം ആക്ടിവിറ്റീസാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ പ്രീവിയസ് വീഡിയോ ക്ലാസ്സസിൽ നമ്മളതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സോ കമ്പനീസ് എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത്? ഫോർ ദ ഈസിയർ ആൻഡ് ലെസ് കോസ്റ്റ് ആയതുകൊണ്ട്. Focuses on differences between net income and net cash flow from the operating activities. So cash flow from operating activities operating cash receipts വരുന്നതാണ് cash sales, cash received from debtors, commissions, royalties received അല്ല. Operating cash payments വരുന്നതാണ് cash purchases, cash paid to creditors and cash operating expenses. സോ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ക്യാഷ് റിസീപ്റ്റ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ്, ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമുക്ക് ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ്. സോ സ്റ്റെപ്പ് 1 എന്താണ്? ഫോർ പ്രിപ്പയറിംഗ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കുക. ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ പെടുന്ന ട്രാൻസാക്ഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ പെടുന്നത് കണ്ടുപിടിക്കുക, ആൻഡ് ഇതിൻ്റെ നെറ്റ് ചേഞ്ച്, അതായത് ഈ ക്യാഷ് റിസീപ്റ്റ്സിൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ക്യാഷ് ഫ്ലോ ആണോ, ഇൻഫ്ലോ ആണോ, ഔട്ട് ഫ്ലോ ആണോ എന്ന് കിട്ടുന്നു. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ proceeds from issue of shares, proceeds from debentures and long-term borrowings, repayment of long-term borrowings, redemption of shares and debentures, interest paid, dividend paid, ഇതെല്ലാം നമുക്ക് എവിടെ വരുന്നതാ? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നതാ. ദെൻ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതിൻ്റെ കൂടെ ആഡ് ക്യാഷ് ആൻഡ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ദ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ കൂടെ നമുക്ക് ക്യാഷ് ഈക്വലൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസും ബിഗിനിങ് ബാലൻസും വന്നിട്ടുണ്ടാവും, അതും കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. സോ ഇത്രയാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ while calculating cash flows from operating activities in the direct മെത്തേഡിലാണെങ്കിൽ all നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, ഇതെല്ലാം എത്തരത്തിലുള്ള ഐറ്റംസാണ്? നോൺ ക്യാഷ് ഐറ്റംസാണ്. ഇതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഓൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് സച്ചാസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളായിട്ടുള്ള ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ദെൻ all appropriations like transfer to reserve, proposed dividend, provision for tax, it should also be ignored. Then all non-operating income such as interest received, dividend received and profit on sale of non-current assets, investments are excluded. So only cash receipts and payments are important. The direct method is easier to understand, but it requires more efforts to prepare it. So operating purpose of cash flow statements നമ്മൾ പറയുകയാണെങ്കിൽ
the information about the non-cash investing and financing activities, financial condition of the firm, provides a view of management strategies and legal requirement. So if operating receipts are more than the operating payment, the difference is called net cash inflow from operating activities. If operating receipts are less than the operating payment, the difference is known as the net cash outflow. ഞാൻ ഒന്നുകൂടി പറയാം. Then operating receipts ആണ് operating payments-നേക്കാട്ടി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അതിന് നമുക്ക് net cash inflow എന്നും, if operating receipts are less than the operating payments, the difference is known as net cash outflow എന്നും പറയുന്നു. ക്ലിയർ ആയോ? So calculate the amount of cash generated from operating activities from the following profit and loss by the direct method. So ഇത്രയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡും ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ എങ്ങനെയാണ്? സോ നമ്മൾ ഡെഫിനീഷൻ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡും ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആദ്യത്തെ, അതായത് ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് നെറ്റ് ഇൻകം ആണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിലോ വി യൂസസ് ഓൺലി ദ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് വരിക? നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത് അത്ര മാത്രം അറിഞ്ഞാൽ മതി ഡയറക്റ്റ് മെത്തേഡിലാവുമ്പോൾ. പക്ഷേ ഇൻഡയറക്റ്റ് മെത്തേഡിലാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ നെറ്റ് ഇൻകത്തിനെ ബേസായിട്ട് എടുക്കണം. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് എക്സ്പെൻസസ് ലൈക്ക് ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നോൺ ക്യാഷ് ഇൻകംസ് ലൈക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് സ്ക്രാപ്സ് വരികയാണെങ്കിൽ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ നെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരുന്നത്? ഓവറോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഏത് മെത്തേഡിൽ? ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ. ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡും ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെദർ വി സ്പെൻഡ് ക്യാഷ് ഓർ റിസീവ്ഡ് ക്യാഷ്, അതിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ബേസായിട്ട് നമ്മൾ നെറ്റ് ഇൻകം എടുക്കണം. ആ നെറ്റ് ഇൻകത്തിലേക്ക് നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസസ് ലൈക്ക് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എല്ലാം ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് നോൺ ക്യാഷ് ഇൻകംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും, ലൈക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് സ്ക്രാപ്സ് അല്ലേ. എന്നിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരുന്നത്? ഓവറോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ നെറ്റ് ഇൻകത്തിനെ ഓട്ടോമാറ്റിക്കലി വി ആർ കൺവേർട്ടിങ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഫ്ലോ. ബട്ട് ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ റീകൺസിലേഷൻ നമ്മളവിടെ നടത്തുന്നുണ്ട്. ടു സെപ്പറേറ്റ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ദ അതേഴ്സ് നമ്മൾ റീകൺസിലിയേഷൻ നടത്തുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡിൽ. ദെൻ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഓൾ ദ ഫാക്ടേഴ്സ് വി ആർ ടേക്കൺ ഫോർ പ്രിപ്പയറിംഗ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഇൻ ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡ് ഓൾ ദ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ഡിപ്രീസിയേഷൻസ് ആർ ഇഗ്നോർഡ്. Such types of transactions are ignored in the cash flow direct method. But in the case of cash flow indirect method, what we do? All the factors like the depreciations are also taken into account. Then cash flow indirect method prepare ചെയ്യുമ്പോൾ it is mainly needed during conversion of net income into the cash flow statement. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ. പക്ഷേ ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ സച്ച് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? വെദർ ക്യാഷ് റിസീവ്ഡ് ആണോ, വെദർ ക്യാഷ് പെയ്ഡ് ആണോ, അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ അങ്ങനെയല്ല. നമ്മൾ എന്തും കൂടി നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദ കൺവേർഷൻ ഓഫ് ദ നെറ്റ് ഇൻകം ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നടത്തുന്നത് ത്രൂ ഇൻഡയറക്റ്റ് മെത്തേഡ്. ദെൻ ആക്യുറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ it is not very accurate because adjustments are being made. But in direct method it is very accurate because there is no need for any adjustments.
ആൻഡ് ടൈം ടേക്കൺ പറയുകയാണെങ്കിലോ ലെസ് എമൗണ്ട് മതി ഫോർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇറ്റ് ടേക്സ് ലെസ് എമൗണ്ട് ഓഫ് ടൈം കമ്പയർഡ് ടു ദ ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാഷ് ഫ്ലോ ഡയറക്റ്റ് മെത്തേഡ് ഇറ്റ് ടേക്സ് മോർ എമൗണ്ട് ഓഫ് ടൈം കമ്പയർഡ് ടു ദ ഇൻഡയറക്റ്റ് മെത്തേഡ്. ദെൻ പോപ്പുലാരിറ്റി. Indirect method is predominantly used by many companies, but direct method they are only a very few companies are used this method. So cash flow statement നമ്മൾ practical problems ചെയ്യുമ്പോൾ we will use more indirect method rather than the direct method, because one of the reason it is that it takes less amount of the time compared to the direct method, and the under indirect method the adjustment are being made. So this is one of the other reason for preparing the cash flow statement using the cash flow indirect method by the many companies. So in today's class we studied about the cash flow statement and direct method versus indirect method. So what are the steps for preparing the cash flow statement? First we have to find out the operating activities, then we have to find out the investing activities, and we have to identify the financing activities. So I think you are very well clear about the cash flow statement, direct method, and the difference between direct and indirect method. If you have any doubts and queries, you can ask me through our WhatsApp group. Thank you all. Have a nice day.